ഇപ്പോൾ എവിടെ നോക്കിയാലും പ്രസംഗങ്ങൾ, പാട്ടുകൾ, ക്രിസ്തീയ ഗാനങ്ങളുടെ സ്റ്റാറ്റസുകൾ. സോഷ്യൽ മീഡിയ ഇപ്പോൾ തുറക്കാനേ പറ്റിയല്ല. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, വാട്സപ്പ് സ്റ്റാറ്റസ് എല്ലായിടത്തും ഇത് തന്നെയാണ്. ബൈബിൾ വാക്യങ്ങൾ, ദൈവദാസന്മാരുടെ, പുരോഹിതന്മാരുടെ, അൽമാരുടെ പ്രസംഗങ്ങൾ, ഉപദേശങ്ങൾ, ബൈബിൾ പ്രഭാഷണങ്ങളൊക്കെ ചിലപ്പോൾ അരോചകമായിട്ടൊക്കെ തോന്നാറുണ്ട്. സത്യമല്ലേ? പ്രസിദ്ധരാകാനും വരുമാനം ഉണ്ടാക്കാനുള്ള മാർഗമായിട്ടാണ് എല്ലാവരും പറഞ്ഞെന്ന് കേൾക്കുന്നത്. പക്ഷെ ഒരു ചോദ്യം ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. ഇതൊന്നും കാണാതെ, ഇതൊന്നും കേൾക്കാതെ സ്വന്തം മനസ്സാലെ ദൈവവചനം തുറന്നോ വായിക്കാൻ നിങ്ങൾ എത്ര പേര് സമയം കണ്ടെത്തുന്നുണ്ട്? ജീവിതത്തിന് വിഷമവും ഭാരവും ദുഃഖവും ഉള്ളപ്പോൾ മാത്രമല്ല, സാധാരണ സമയത്ത് ദൈവജനത്തെ സ്നേഹിക്കാനും അത് വായിക്കാനും ദൈവത്തോടു കൂടി അല്പസമയം ചെലവഴിക്കാനും നിങ്ങൾ എത്ര പേര് സമയം കണ്ടെത്തുന്നുണ്ട്? ഒന്നോർത്തോണേ, നല്ല ബന്ധങ്ങളുടെ ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് നല്ല കമ്മ്യൂണിക്കേഷൻ